ഹലോ ഡിയേഴ്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ്. ജിലേബിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ജിലേബി. അപ്പോൾ ഇത് ഞാൻ പലവട്ടം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും സക്സസ് ആയിട്ട് ബേക്കിംഗ് സോഡ ഒന്നും ഇല്ലാണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ വരുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ 1 കപ്പ് ഉഴുന്നാണ് എടുത്തേക്കുന്നത്. നമ്മൾ ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന അതേ ഉഴുന്ന് ആണ് എടുത്തേക്കുന്നത്. സ്പ്ലിറ്റഡ് ആയിട്ടുള്ളതും എടുക്കാം, ഹോൾ ഉരുടാലും എടുക്കാം. അപ്പോൾ 1 കപ്പ് എക്സാക്ട് 200 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു 4 മണിക്കൂറായിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി വൃത്തിയായി കഴുകിയിട്ട് നമ്മൾ നല്ല വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇത് ഞാൻ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് കളയാൻ പോവുകയാണ്. ഇതിപ്പോൾ വെള്ളം കളഞ്ഞ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലെ. ഇനിയിപ്പോൾ ഒരുപാട് നേരം ഒന്നും വെച്ചിരുന്നിട്ട് അങ്ങനെ ഡ്രൈ ആയി ഉണങ്ങി അങ്ങനെയൊന്നും വേണ്ട, കാരണം നമ്മൾ അല്പം വെള്ളം കൂടി ചേർത്തിട്ട് അരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ എല്ലാവർക്കും അറിയാം, ജിലേബിയുടെ നമ്മൾ ബാറ്റർ അരയ്ക്കുമ്പോൾ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് നമ്മൾ അരയ്ക്കേണ്ടത്. അധികം വെള്ളം ഒന്നും ചേർക്കരുത്. വെള്ളം ചേർത്ത് പോയാൽ ഇത് ശരിയാവില്ല. ഞാനിപ്പോൾ അത് മിക്സിയുടെ ജാറിലോട്ട് ഇടാം. ഇത് ചെറിയ ജാറിലിടാം, അത് ഇത് മീഡിയം ടൈപ്പിലുള്ളത് ഇടാം. പക്ഷെ അത് നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചേർത്ത് അരയ്ക്കുക. ഞാനിപ്പോൾ തന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. അതൊഴിച്ചിട്ട് നന്നായിട്ട് അരയ്ക്കാൻ പോവുകയാണ്. ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ കൂടെ ഞാൻ വെള്ളം ചേർത്തതേ ഉള്ളൂ. എന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ല ഒട്ടും തരിതരിപ്പൊന്നുമില്ലാണ്ട് നല്ലതായിട്ട് നല്ല ഫൈനായിട്ട് അരയ്ക്കണം. ഇതേപോലെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം. നല്ല തിക്കായിരിക്കണം. അല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ ഒട്ടും പാടില്ല. കാരണം നമ്മുടെ ജിലേബി പെർഫെക്റ്റ് ആയിട്ട് വരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതേ രീതിയിൽ നന്നായിട്ട് അരയ്ക്കുക, നല്ല പേസ്റ്റ് ആക്കുക. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിനു വേണ്ടി ഞാനൊരു 1.5 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു വിസ്താരമുള്ള പാത്രം തന്നെ എടുക്കണം, കാരണം നമ്മൾ ജിലേബി ഉണ്ടാക്കിയിട്ട് ഈ ഷുഗർ സിറപ്പിലോട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വലിയ പാത്രം തന്നെ എടുക്കണം. അതിലേക്കൊരു 1.25 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിക്കുകയാണ്. ചെറിയ തീയിൽ തന്നെ വെച്ചെന്നിട്ട് നമുക്ക് ഈ പഞ്ചസാര നന്നായിട്ട് അലിയണം. മുഴുവനായിട്ട് അലിഞ്ഞിട്ട് മാത്രമേ ഈ വെള്ളം തിളയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. മുഴുവനായിട്ട് അലിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 4-5 ഏലക്ക ഒന്ന് ചതച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസിയാണ്. ഇതൊരു 1/2 സ്ട്രിങ് കൺസിസ്റ്റൻസി മതിയാകും. 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ഒറ്റനൂൽ പരുവത്തിലോട്ട് നിങ്ങൾ വരാൻ നോക്കണ്ട. അതിനു മുമ്പ് തന്നെ നമുക്ക് 1 ടീസ്പൂണ് ലെമൺ ജ്യൂസ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കട്ടിയാകാതിരിക്കാനായിട്ട്, ക്രിസ്റ്റലൈസ് ആകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗീയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റാണ് ജിലേബിക്ക്. അത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഈ ഗീയും കൂടെ ചേർക്കുമ്പോഴത്തേനായിട്ട് ടെക്സ്ചറിന്. ഇതിലേക്ക് റോസ് വാട്ടർ ചേർക്കുന്നവരുണ്ട്, പക്ഷേ എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. നേരത്തെ ഞാൻ ട്രൈ ചെയ്യുമ്പോഴൊക്കെ അത് ചേർത്തിട്ട് 1 വട്ടം ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ബാറ്റർ നമ്മൾ അരച്ച് വെച്ചേക്കുന്നതിനകത്തോട്ട് ഞാൻ 2 ടീസ്പൂൺ അരിപ്പൊടിയും 2 ടീസ്പൂൺ കോൺഫ്ലോറുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് രണ്ടും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. ഈ ബാറ്റർ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കൈകൊണ്ട് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഇതുപോലുള്ള ഒരു വിസ്ക് കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ആയി കിട്ടും. ഇതിലേക്ക് 1 പിഞ്ച് സോൾട്ട് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ കുറേ നേരം ഇത് നന്നായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇതൊന്ന് നല്ല പതഞ്ഞ് വരണം. ഇതിലേക്ക് ഞാനൊരു 3-4 ഡ്രോപ്സ് ഓറഞ്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഞാനിപ്പോൾ ഈ റെസിപ്പി ഇടുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഒരു നുള്ള മഞ്ഞപ്പൊടി ഇട്ടാണെങ്കിലും നമുക്കിത് ചെയ്യാം. നല്ല പതച്ച് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. കൈ കൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് നല്ലതായിട്ട് ഇതുപോലെ വിസ്കില്ലാത്തൊരു നന്നായിട്ട് അടിച്ച് പതച്ചെടുക്കുക. ഇനിയും ഇത് ഒട്ടും താമസിയാതെ നമുക്ക് ചെയ്തെടുക്കാൻ ശ്രമിക്കണം. ഇത് ഞാനൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റുകയാണ്. സിപ്ലോക്ക് ബാഗോ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, അപ്പോൾ അതാണേലും അതിലാണ് കൂടുതൽ പേര് പ്രൊഫഷണലായിട്ട് ഇത് ചെയ്യാൻ അറിയാവുന്നവർ ചെയ്യുന്നത്. നമുക്കിപ്പോൾ സിപ്ലോക്ക് ബാഗ് ആണെങ്കിലും പൈപ്പിംഗ് ബാഗ് ആണെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും, പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതിലോട്ട് ഞാനിങ്ങനെ മാറ്റുകയാണ്.
ഇതിൻ്റെ മെയിൻ കാര്യം ഞാൻ പിന്നെ കണ്ടില്ല, ഇതിൻ്റെ ടെക്സ്ചർ നിങ്ങൾ നോക്കൂ, നല്ല ക്രീമി ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ അത്രയും നേരം ഞാൻ ഇത് വിസ്ക് കൊണ്ട് അടിക്കുന്നത് ഞാൻ കാണിക്കാത്തതാണ്, പക്ഷേ ഞാൻ ഒരുപാട് നേരം ഇത് ഫ്ലഫി ആക്കി എടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു സീക്രട്ട്, ഈ ജിലേബിയുടെ പെർഫെക്റ്റ് ആയി കിട്ടുന്നതിന്. നിങ്ങളത് ശ്രദ്ധിക്കുക. ഇനി ഞാൻ അതുണ്ട് ഇതുപോലെ ഒരു പ്രഷർ കൊടുത്തിട്ട് താഴോട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ അതിൻ്റെ ടിപ്പ് ഒന്ന് മുറിച്ച് കൊടുക്കുകയാണ്. ഒരു ജിലേബിക്ക് ആവശ്യമായ രീതിയിൽ ആ ഒരു ടിപ്പ് നമുക്ക് മുറിച്ച് കൊടുക്കാം. തീരെ തിന്നായിട്ടുള്ള രീതിയിൽ അല്ലല്ലോ ജിലേബി. അപ്പോൾ ഈ ഒരു ലെവൽ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് ജിലേബിയുടെ ഒരു കനത്തിൽ നമുക്ക് കിട്ടും. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണയും ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ്. ജിലേബിയുടെ ഒരു ഷേപ്പിലാക്കി എടുക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അതൊരു മീഡിയം ലെവലിൽ തീ ആയിരുന്നാൽ മതി. ഇതെല്ലാവർക്കും ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഇത് പ്രയാസമാണെന്ന് തോന്നും. എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് വലിയ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. തുടക്കക്കാർക്ക് പോലും ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കാൻ ഒരു പ്രയാസവും ഇല്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ ഒന്ന് പെതുക്കെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇച്ചിരി ഫാസ്റ്റായിട്ട് ചെയ്യുമ്പോഴാണ് അത് മുറിഞ്ഞു പോകുന്നതും ഒക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് സാവധാനം പെതുക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, എണ്ണ ഒരുപാട് മുങ്ങി നിൽക്കുന്ന രീതിയിലൊന്നും എണ്ണ വേണ്ട. അപ്പോൾ ഇതങ്ങ് ഫ്ലോട്ട് ആവും, ഇതിങ്ങനെ ഒഴുകി നടക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ വരച്ച് കിട്ടത്തില്ല. അപ്പോൾ അതൊരു പ്രയാസമായിരിക്കാം തുടക്കക്കാർക്ക്. ഇനി ജോഷയ്ക്ക് ഒരു കുഞ്ഞു തുട ഉണ്ടാക്കണം. 1-2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കടയിൽ നിന്നൊന്നും വാങ്ങിക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ജിലേബി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കാതിരിക്കുക. ഇത് നിങ്ങൾ ചെയ്ത് കൊടുക്കുക, നല്ലതായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. വേറെ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നല്ലൊരു ക്രിസ്പി ലെവലിലോട്ട് കൊണ്ടുവരിക. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം മൂത്തില്ലാതെ ഒരു പഞ്ഞി പോലെ കിടക്കുകയാണെങ്കിൽ ഷുഗർ സിറപ്പിലൂടെ ഇടുമ്പോൾ ഉള്ള അവസ്ഥ നിങ്ങൾ ഓർത്ത് നോക്കിയേ. അതാണെങ്കിൽ ഒരു സുഖം കഴിക്കാനൊരു സുഖം കാണത്തില്ല. പക്ഷേ ഇതൊരു ക്രിസ്പി ലെവലിലോട്ട് കൊണ്ടുവന്നിട്ട് ഒരുപാട് കരിഞ്ഞു പോകുന്ന ആ രീതിയിലല്ല, എങ്കിലും ഒരു ക്രിസ്പി ലെവലിൽ കൊണ്ടുവന്നിട്ട് ഷുഗർ സിറപ്പിലൂടെ ഇട്ടാൽ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചിടുമ്പോൾ തന്നെ ഒരു ശബ്ദം കേൾക്കാം, ഒരു മൊരിഞ്ഞതിൻ്റെ ഒരു ശബ്ദം കേൾക്കാം. അതിനൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നും. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് ഞാനിപ്പോൾ തന്നെ ഷുഗർ സിറപ്പിലോട്ട് മാറ്റാൻ പോവുകയാണ്. ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കാം. ഇപ്പൊ അടുത്ത സെഷൻ നമ്മൾ ചെയ്ത് എടുക്കുന്നത് വരെ നമ്മൾ ഈ ഒരു ആദ്യത്തെ ഫസ്റ്റ് സെഷനിൽ ചെയ്തെടുത്ത ജിലേബീസ് ഇതുപോലെ മുങ്ങിക്കിടക്കാനായിട്ട് അനുവദിക്കണം. എന്നാലേ ആ ഒരു ഷുഗർ അതിലോട്ട് നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ചെറിയ ചൂടോടുകൂടിയുള്ള ഷുഗർ സിറപ്പിലോട്ട് മാത്രമേ നമ്മുടെ ജിലേബി ഇട്ട് കൊടുക്കാവൂ. എന്നാലേ അത് നന്നായിട്ട് പിടിക്കുള്ളൂ. അല്ലാതെ തണുത്ത സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചൂടാക്കി കൊടുക്കുക. എണ്ണയ്ക്ക് പകരം മുഴുവനായിട്ട് നെയ്യിലോ അതല്ലെങ്കിൽ പകുതി നെയ്യും പകുതി എണ്ണയുമായിട്ട് ചെയ്താലും വളരെ നല്ലതായിട്ട് കിട്ടും. ആദ്യം 2 ചുറ്റും, പിന്നെ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഷേപ്പും കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വീട്ടിൽ കഴിക്കാനാണെങ്കിൽ ഈ ജിലേബിയുടെ ഇതേ രീതി വേണമെന്നില്ല, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഓവർ ക്രിസ്പി ആകരുത്. അങ്ങനെയാണെങ്കിലും ഷുഗർ സിറപ്പ് പിടിക്കാൻ പാടായിരിക്കും. തീരെ മൊരിഞ്ഞു ഇല്ലെങ്കിലും അത് കൊള്ളില്ല, അത് നമുക്ക് കഴിക്കാൻ കൊള്ളില്ല. ഉഴുന്നിൻ്റെ രുചിയൊക്കെ വരും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. എണ്ണയിൽ നിന്ന് എടുക്കുമ്പോൾ മുഴുവൻ എണ്ണയും പോയിട്ട് മാത്രം ഷുഗർ സിറപ്പിലിടുക. ഷുഗർ സിറപ്പിൽ നിന്ന് എടുക്കുമ്പോൾ ഇതുപോലെ എല്ലാ പഞ്ചസാരപ്പാനി പോയിട്ട് എടുത്ത് വെച്ചാൽ നല്ലതായിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് ചൂടപ്പം പോലെ ഓരോന്നിങ്ങനെ എടുക്കുകയാണ്. ഇത് 1 കപ്പ് ഉഴുന്ന് മതി നമുക്ക് എത്ര എണ്ണം ചെയ്യാമെന്നറിയോ? ഞാനിത് കൗണ്ട് ചെയ്ത് നോക്കിയാൽ ഒരു 20 എണ്ണത്തിന് മേളിലൊരു 10-25 എണ്ണം. അത് അതിൻ്റെ ഒരു ചെറുതും വലുതും ഉണ്ടാക്കുന്നതിൻ്റെ അളവിനനുസരിച്ചിരിക്കും. പക്ഷെ നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. വീട്ടിലുള്ളവർക്കെല്ലാം ആവശ്യത്തിനുള്ളത് കിട്ടുകയും ചെയ്യും. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുകയും വേണ്ട. കളർ ഏതാണ് യൂസ് ചെയ്യുന്നത്, എണ്ണ ഏതാണ് യൂസ് ചെയ്യുന്നതൊന്നും നമുക്കറിയില്ല. അപ്പോൾ നിങ്ങളിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളിതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഇതുവരെയും ജിലേബി ഉണ്ടാക്കിയിട്ട് ശരിയാകാത്ത ഈ ഒരു റെസിപ്പി ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്യണം. ഇതിലെ ടിപ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് നിങ്ങളത് ശ്രദ്ധിച്ചേ വെക്കുകയുള്ളൂ. ഫ്ലഫി ആക്കി എടുക്കാൻ നോക്കുക. നന്നായിട്ട് അടിക്കണം. ബീറ്റ് ചെയ്യുമ്പോൾ ഒരു വശത്തോട്ട് തന്നെ അടിച്ച് നോക്കുക. ഇതിപ്പോൾ ഷുഗർ സിറപ്പിൽ നിന്ന് എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ കാണുന്നത്. നാളെ ആകുമ്പോഴത്തേക്കും നല്ല കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ ഇരിക്കും. പക്ഷേ നാളത്തേക്കൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇത് പെട്ടെന്ന് തീരും. എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. നല്ല ജ്യൂസി ജിലേബി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് പറയണം, ലൈക്ക് ചെയ്യണം. ഞാനിതെല്ലാവർക്കും ഒന്ന് സെർവ് ചെയ്യട്ടെ. പുതിയ റെസിപ്പിയുമായിട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയുമായിട്ട് തന്നെ ഞങ്ങൾ ഉടൻ വരും. ബൈ ഫ്രം J&J ഫുഡ് വേൾഡ്.